തലസ്ഥാനത്ത് ബി.ജെ.പിയുടെ നേതൃത്വത്തിൽ കെ.പി.സി.സി ആസ്ഥാനത്തേക്ക് നടന്ന ബഹുജന മാർച്ചിനെ പോലീസ് ജലപീരങ്കി ഉപയോഗിച്ച് തടഞ്ഞു. ഇതുകൂടാതെ വനിതാ പ്രവർത്തകരെ പോലീസ് തടഞ്ഞതും തർക്കത്തിന് കാരണമായി. രാജ്യത്തെ ജനാധിപത്യം തകർക്കാനാണ് ഡൽഹിയിൽ രാഹുൽ ശ്രമിക്കുന്നതെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എം.എൽ.എ വ്യക്തമാക്കി. ഈ നാടിനെ നയിക്കുന്ന ഒരു പ്രധാനമന്ത്രി ഒരു ഹൈ സെക്യൂരിറ്റി ഏരിയയിൽ കയറി അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരു ആക്രമണ ശ്രമം നടത്തിയത് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകരായിരുന്നു. 12 കൊല്ലം ഈ നാടിനെ നന്നാക്കി രാജ്യത്തിന് നന്നാക്കിയ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദിജി. അദ്ദേഹത്തിനെ ഇങ്ങനെ അപമാനിക്കാനും അദ്ദേഹത്തിനെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യാനും ഈ രാജ്യത്തിന്റെ ജനാധിപത്യം മറിക്കാനും ഞങ്ങൾ കോൺഗ്രസിനെ സമ്മതിക്കില്ല. അട്ടിമറിക്കാൻ വി മുരളീധരൻ, ബി ഗോപകുമാർ, മേയർ വി രാജേഷ്, ഡെപ്യൂട്ടി മേയർ ആശാനാഥ്, പാർട്ടി സിറ്റി ജില്ലാ പ്രസിഡന്റ് കരമന ജയൻ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. കൂടുതൽ വിശദാംശങ്ങളുമായി ശാലിനി ശരിയാണ്. ശാലിനി, ഈ ആസൂത്രിതമായ പ്രതിപക്ഷത്തിന്റെ ഈ സമരാഭാസത്തിനെതിരെയാണ് വലിയ പ്രതിഷേധം കേരളത്തിലടക്കം ശക്തി പ്രാപിക്കുന്നത്. ഇത്തരത്തിൽ ഇന്നത്തെ പ്രതിഷേധം, അതിനെ പോലീസ് അത് നേരിട്ട രീതി, സമരം കൂടുതൽ അല്ലെങ്കിൽ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കാൻ തന്നെയാണോ ബി.ജെ.പിയുടെ തീരുമാനവും? തീർച്ചയായും കെ പി അത്തരത്തിൽ തന്നെയാണ്. കാരണം രാജ്യ തലസ്ഥാനം കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഒരു അക്രമ സ്വഭാവത്തിലേക്ക് പ്രതിഷേധത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട്, നീതി വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വ്യാജ പ്രതിഷേധം അവിടെ സംഘടിപ്പിക്കുക, കോക്രോച്ച് പാർട്ടിയെ മുൻനിർത്തിക്കൊണ്ട് കോൺഗ്രസും ഇന്ത്യ സഖ്യവും നടത്തുന്ന വ്യാജ പ്രതിഷേധങ്ങളും മുതലെടുപ്പ് രാഷ്ട്രീയവും തുറന്നു കാട്ടുന്നത് കൂടിയായിരുന്നു ഇന്നത്തെ ബി.ജെ.പിയുടെ പ്രതിഷേധം കൊണ്ട് ഉദ്ദേശിച്ചത്. ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന നേതാക്കന്മാർ ഉൾപ്പെടെയാണ് കോൺഗ്രസ് ആസ്ഥാനം കൂടിയായിട്ടുള്ള കെ.പി.സി.സി സ്ഥാനത്തേക്ക് ഇപ്പോൾ പ്രതിഷേധ മാർച്ച് നടത്തിയത്. ഈ പ്രതിഷേധ മാർച്ചിനെ സംസ്ഥാനം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ ആസ്ഥാനത്തേക്ക് നടത്തിയ ദേശീയ അല്ലെങ്കിൽ കേന്ദ്രം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ നേതാക്കന്മാരെ നേരിട്ടത് സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പിനെയും പോലീസിനെയും ഉപയോഗിച്ചുകൊണ്ടായിരുന്നു. നിരവധി വനിതാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള പ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഒരു വനിതാ പ്രവർത്തകയുടെ മുഖത്ത് പോലീസ് അടിക്കുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്ന സാഹചര്യം കൂടിയുണ്ട്. ഇതിൽ നിയമ നടപടി തുടരുമെന്നുള്ളതാണ് ബി.ജെ.പി അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. സമര ആഭാസങ്ങൾ അത് രാജ്യ തലസ്ഥാനത്ത് നടത്തുന്നതിനെതിരെയാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് ഇത്തരത്തിൽ സമാനതകളില്ലാത്തൊരു പ്രതിഷേധം നടത്തുകയും ചെയ്തിട്ടുള്ളത്. അതായത് കോക്രോച്ച് പാർട്ടിയുടെ പേര് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം രാഹുൽ അടക്കമുള്ളവർ അവിടുത്തെ ആസ്ഥാനത്തേക്ക് നടത്തിയ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ വീടിന് സമീപം വരെ എത്തി നടത്തിയ പ്രതിഷേധം അത് ഭരണം അട്ടിമറിക്കാനാണ്. ആ ഭരണം അട്ടിമറിക്കാൻ രാഹുലിനെയോ രാഹുലിന്റെ അപ്പൂപ്പനെയോ അനുവദിക്കില്ല എന്നുള്ളതാണ് ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനും നേമം എം.എൽ.എയുമായ രാജീവ് ചന്ദ്രശേഖർ പറയുകയും ചെയ്തത്. ബി.ജെ.പിയുടെ സംസ്ഥാന നേതാക്കന്മാർ എല്ലാം, ഒപ്പം തന്നെ മുൻ സംസ്ഥാന അധ്യക്ഷന്മാർ, 3 എം.എൽ.എമാർ ഉൾപ്പെടെ തിരുവനന്തപുരം മേയർ, ഡെപ്യൂട്ടി മേയർ, വിവിധ മോർച്ച പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരാണ് ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാകുകയും ചെയ്തത്. ഇതൊരു സൂചനാ സമരം എന്നുള്ളതാണ് ബി.ജെ.പി ഇപ്പോൾ കോൺഗ്രസിന് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. നാളെ മുതൽ തന്നെ സംസ്ഥാന ജില്ലാ കേന്ദ്രങ്ങളിലൊക്കെ തന്നെ പ്രതിഷേധങ്ങൾ ശക്തമാക്കുമെന്നുള്ളതാണ്. എന്താണ് കോൺഗ്രസ് ഈ സാഹചര്യത്തിൽ നടത്തുന്നത്? അവസരവാദ രാഷ്ട്രീയം ഒരു മുതലെടുക്കാൻ വേണ്ടി നടത്തുന്ന ഈ ഒരു പ്രവണത അത് രാജ്യ തലസ്ഥാനത്ത് മാത്രമല്ല രാജ്യമെമ്പാടും തുറന്നു കാട്ടുന്നതിന്റെ തുടർച്ച വരും ദിവസങ്ങളിലും ഉണ്ടാകുമെന്നുള്ളതാണ് ഇപ്പോൾ ബി.ജെ.പി മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും ACP അടക്കമുള്ളവർക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ്. ഈ വനിതാ പ്രവർത്തകരുടെ മുഖത്തടക്കം പുരുഷ പോലീസുമാർ അടിച്ചതിലും ഒപ്പം തന്നെ വനിതാ പ്രവർത്തകരെ പുരുഷ പോലീസുമാർ കയ്യാമം ചെയ്തതിനുമാണ് ഇപ്പോൾ ബി.ജെ.പി വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉന്നയിക്കുകയും പരാതിയുമായി രംഗത്തെത്തുക ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും തുടർ സമരങ്ങൾ വീണ്ടും ഉണ്ടാകുമെന്നുള്ള സൂചന കൂടിയാണ് ഇന്ന് കെ.പി.സി.സി ആസ്ഥാനത്തേക്ക് നടത്തിയ ബി.ജെ.പി സമരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. കെ.പി. കലാപനീകത്തിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. ശാലിനിയാണ് വിശദാംശങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്